വെൽക്കം ടു ഷെഫീൽഡ്. താങ്ക് യു. മീറ്റപ്പിന് വേണ്ടി നമ്മൾ അബീഷിന്റെ വീട്ടിൽ വന്നു. വാഹം പിടിച്ച അബീഷും പ്രീതമയും കൂടി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അബീഷ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ അബീഷിന്റെ പ്രിയ പത്നി ഭീമ. ഇന്നെന്താണ് സ്പെഷ്യല്? പണിയായി അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പണിയായി. എടാ അബീഷ് പൊറോട്ട അടിക്കണടാ. നമ്മുടെ മീറ്റപ്പിന്റെ ആ ഒരു മനോഹാരിത ഗുമ്മാക്കാൻ വേണ്ടിയുള്ള ബലൂൺ കുറെ കൊണ്ടുവന്നിട്ടുണ്ട് നന്ദന. അത് വീർപ്പിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന 2 മെയിൻ യൂട്യൂബർമാരുണ്ടോ. ബലൂണൊക്കെ വീർപ്പിക്കാൻ അറിയുന്നുണ്ട്. വീർപ്പിച്ച കണ്ണൊക്കെ തള്ളി തുടങ്ങി. നന്ദന നൈസായിട്ട് ബലൂൺ അങ്ങോട്ട് കൊടുത്തിട്ടേ സ്റ്റിക്കർ ഒട്ടിക്കാന്ന് പറഞ്ഞിട്ട് മാറി. ഭയങ്കര പുള്ളിയാ. അതെ ആളെ കെട്ടിയവരും തച്ചിരിന്ന് വലിയ വീർപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മീറ്റപ്പിന്റെ രജിസ്ട്രേഷൻ നടപടി ആരംഭിച്ചു. ഇവിടെ നിന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൂപ്പണൊക്കെ മേടിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് കൂപ്പൺ. കൂട്ടുകാരെ, UK കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ മീറ്റപ്പാണ്. ഷെഫീൽഡില് ഗ്രാൻഡ് കേരളയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ വളരെ അടിപൊളിയായിട്ടാണ് അവരുടെ സെറ്റപ്പ്. കയ്യിൽ കെട്ടാൻ ഒരു ടാഗും നെഞ്ചിൽ കുത്താൻ ഒരു ബാഡ്ജും, അങ്ങനെ മുടിഞ്ഞ സെറ്റപ്പാട്ടാ. അകത്ത് ചെന്നപ്പോൾ UK വമ്പൻ സോഷ്യൽ മീഡിയ രാജാക്കന്മാരൊക്കെ സന്നിഹിതരാണ് കേട്ടോ. UK സോഷ്യൽ മീഡിയയിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എല്ലാവരെയും ഒരുമിച്ച് ഒന്ന് കാണാനായിട്ട് ഒരു അവസരം, അത് ഏറെ നാളായിട്ടുള്ള നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. ഇപ്പം ഈ വന്നവരെല്ലാവരും നല്ല സുഹൃത്തുക്കളായിട്ട് വേണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുവാൻ. അപ്പൊ നമുക്കുണ്ടാവുന്ന ഡൗട്ടുകളൊക്കെ നമുക്ക് ഒരു ഫോർമാലിറ്റി ഇല്ലാതെ ആരോടും ചോദിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മളെല്ലാവരും മാറിക്കഴിയണം. ഈ വേദി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ബാലഗോപാലൻ സാറിനെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സായ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബാലഗോപാലൻ സാറും ഗ്രാൻഡ് കേരള ഓണറുമായ ഫൈസലും പത്നിയും പിന്നെ അവിടെ ഒന്നിച്ചുകൂടിയ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും കൂടി ആ ഭദ്രദീപം തെളിച്ച് വേദി മനോഹരമായി ഉദ്ഘാടനം ചെയ്തു കേട്ടോ. ലാസ്റ്റ് തിരി നമ്മളെല്ലാ മെമ്പേഴ്സും കൂടി വന്നിട്ട് തെളിയിക്കണം. എല്ലാവരും വരിക. ഈ തിരി തെളിയുന്നതോടുകൂടി നമ്മുടെ യൂട്യൂബേഴ്സിന്റെ ഈ ഒരു സംഘടനയുടെ പ്രകാശം ലോകം മുഴുവനും പരക്കട്ടെ. നല്ല സന്ദേശം ലോകത്തിന് നൽകാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ജിത്തു സെബാസ്റ്റ്യൻ ഗ്രൂപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു. പിന്നെ അവിടെ വന്നു ചേർന്ന എല്ലാ യൂട്യൂബർമാരും അവരെ പരിചയപ്പെടുത്തുകയും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഇത് നമ്മുടെ മീറ്റപ്പ് സ്പോൺസർ ചെയ്ത ബേസിലാണ്. ഷെഫീൽഡിലുള്ള ഗ്രാൻഡ് കേരള പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഇവരോടാണ് നമുക്ക് കൂടുതലും നന്ദി പറയേണ്ടത്. നമ്മുടെ ഒരു ഫസ്റ്റ് മീറ്റപ്പ് ആരെ എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു വളരെ ഒരു ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് ഓഫർ ചെയ്തത്. ആദ്യം ഒരു 40 പേർക്കുള്ള കംപ്ലീറ്റ് ചിലവ് ഇത് ഇവർ ഓഫർ ചെയ്തായിരുന്നു. ഒരുപാട് ആൾക്കാർ നമ്മുടെ മീറ്റപ്പിലേക്ക് വരാനായിട്ട് സന്നദ്ധ പ്രകടിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൂടുതലായിട്ടും വരുന്നവരെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം, അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തോളാം എന്ന് പറയുകയും നമ്മളോട് വന്ന് ഇപ്പോൾ മീറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പറഞ്ഞതിനേക്കാളും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോളായാലും ഹോളിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആയാലും സൗണ്ട് സിസ്റ്റം ആയാലും അതുപോലെ തന്നെ ഇനി താഴെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇറങ്ങി ചെന്നിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ അറേഞ്ച്മെൻറ്റ്സും. അപ്പോൾ അദ്ദേഹത്തിനെന്തോ നമ്മൾ പറയാനുള്ളത് കൂടെ ഒന്ന് കേൾക്കാം. നമുക്ക് ഇങ്ങനൊരു അവസരം നമുക്കൊരു അവസരം തന്നത്, അതിൽ ആദ്യമേ നിങ്ങളോട് എല്ലാവരുടെയും കമ്മ്യൂണിറ്റിയോട് നമ്മൾ നന്ദി പറയുന്നു. ഗ്രാൻഡ് ഭാഗത്തുനിന്നും പേഴ്സണലി എൻ്റെ പേരിൽ ഞാൻ ആദ്യമേ നിങ്ങളോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നമ്മളും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്ര ഒരു രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളിത് ഓർഗനൈസ് ചെയ്യുമെന്ന് നമ്മൾ അത് കണ്ടതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇന്നിവിടെ വന്നത് എല്ലാവരും ഒന്ന് കാണാനാണ്. ഞാൻ നിങ്ങളൊക്കെ പോലെ ഇങ്ങനെ മോട്ടിവേഷന് വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഗ്രാൻഡ് കേരള. മീറ്റപ്പ് ഉണ്ട്, അതിൽ പോകാനൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഫ്ലാറ്റ്മേറ്റ്സ് ഒക്കെ പറഞ്ഞു നിന്നെയൊക്കെ അതിന് ആർക്കെങ്കിലും അറിയൂ. നമ്മുടെ മീറ്റപ്പിന് വന്ന സുഹൃത്തുക്കളാണ് കേട്ടോ. ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ്. ഇതിൽ നിങ്ങൾക്ക് അനങ്ങാൻ പറയാം. അല്ല അവിടെ നിന്ന് കിട്ടാത്തവരാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ കിട്ടാം. മിസ്സാവാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവം തൊടലുണ്ടായിരുന്നില്ലേ?
ഞങ്ങൾ മെയിനായിട്ട് ഫേസ്ബുക്കിലാണ് കുറച്ച് കൂടുതൽ ആദ്യം ശരിക്കും കിടിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു മ്യൂസിക് വെച്ച് ആ പാട്ട് തീരുന്നതിന് മുൻപ് ഒരു ചുള്ളൻ ഒരു പടം അങ്ങോട്ട് വരച്ചുവിട്ടാ. വെടിക്കെട്ട് പടം. അത് വെച്ച് ആ ഒരു ശീലം വന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര മിസ്സിങ് വന്നു. ഇവിടെ കോലിംഗ് സ്പേസിൽ കുറച്ച് പേര് കൂടിയിട്ട് നമ്മൾ എല്ലാ ഞായറാഴ്ചയും പിന്നെ എനിക്ക് ഓർത്തു ഒരു ഫാമിലി പോലെ പുറത്ത് ബിൽഡ് ചെയ്യാൻ എല്ലാവരോടും പരിചയപ്പെടാനും തുടങ്ങി. എല്ലാവരും വന്നു. അങ്ങനെ ഒരു ചെറിയ സൺഡേ ക്ലബ് എന്ന് പറഞ്ഞ ചെറിയൊരു പ്രോഗ്രാം പോലെ ഒരു ചെറിയൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അത് ക്ലബ് ഇവന്റ്സ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പല റണ്ണിങ് ആണ്. ഓരോരുത്തരും ദൈവം എന്തെല്ലാം വ്യത്യസ്തമായ കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ മനുഷ്യൻ ഒരു അസാധാരണ മനുഷ്യൻ. ആരോടും ആദ്യമേ ഒന്നും മിണ്ടിയൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചിത്രരചന ഒരു രക്ഷയില്ല കേട്ടോ. ആ മ്യൂസിക് അങ്ങോട്ട് തീർന്നേക്കാളും മുന്നേ പുള്ളി ഒരു പടങ്ങൾ വരച്ചങ്ങ് തള്ളി. പാട്ടും ആട്ടം ഒരു മേളം തന്നെയായിരുന്നു. നമ്മുടെ ഇന്നബ്രോ എക്സലന്റ് ആർട്ടിസ്റ്റാണ്. എല്ലാം സപ്പോർട്ട് ചെയ്യാം. ബീസ് പാട്ടുകാരനാട്ടോ. അതേപോലെ നമ്മുടെ പാട്ട് പാടും. എന്നോട് ചോദിക്കുക, ഞാൻ സഹായിക്കുക. ആർക്കെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ തമിഴിൽ ഇടാനായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഞാൻ ചെയ്യാം. ആപ്പിൾ ഡിവൈസസ് യൂസ് ചെയ്യുവാണെങ്കിൽ യു ആർ 75% സേഫ്. പവർഫുൾ ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറുക. അതിന് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് അപ്ഡേറ്റ് ആയിരിക്കുക. ഞാൻ നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഷെയർ ചെയ്യാം. ഞാൻ കുറേ കാര്യങ്ങൾ നമ്മുടെ കീവേഡ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പോൾ അത് യാത്ര ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷനും ആവും. പിന്നെ മെക്കാനിക്കൽ തകർത്തു. എൻട്രയെ കുറിച്ച് വിശദീകരിച്ചാണ് ഇവിടെ. ഡ്രീംസ് നേഷൻ ബൈജോ എന്ന് പറഞ്ഞൊരു ശ്രീലക്ഷ്മി വിപിന്റെ വൈഫാണ്. ഞങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഒരു പ്രപ്പോസൽ വെക്കുകയാണ്. അടുത്ത മീറ്റപ്പ് അൽബേനിയയിൽ വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ഹോസ്റ്റ് ചെയ്യാൻ ഹാപ്പിയാണ്. അപ്പോൾ അതിന്റെ ഒരു അതോടെ അജണ്ടയിലൊന്ന് ഉൾപ്പെടുത്തണം. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത്ര ആക്റ്റീവ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടില് അമ്മയാണോ ക്യാമറമാനായി ചാനലിന്റെ? എൻ്റെ പേര് നരേഷ്. UK ഫെദേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് യൂട്യൂബ്. മെയിനായിട്ട് യൂട്യൂബിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്ത മുതലേ ഇൻസ്റ്റാഗ്രാമിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിശയിൽ വളരെയധികം സന്തോഷം. ഞാൻ വലിയ പാട്ടുകാരനൊന്നുമില്ല കേട്ടോ, അതൊന്നും വിചാരിക്കണ്ട. നമ്മുടെ ഈ ഒരു കളറ് ബാനർ ബ്ലാക്ക് ആണ്. ഫസ്റ്റ് ഞാൻ പറയാം അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് വീഡിയോ ചെയ്തോ. ഒരു സമയമാകുമ്പോ സെറ്റ് ആക്കണം. നിങ്ങളെല്ലാവരും കൂടെ ആദ്യമായിട്ട് ഒരുമിക്കുന്ന ഒരു വേദിയാവാൻ കേരളയ്ക്ക് സാധിച്ചതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ ഒന്നാമതിപ്പം തുടങ്ങിയതേ ഉള്ളൂ. 7-8 മാസമായി കാണും. നിങ്ങളെപ്പോലെ തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഞങ്ങളും വന്നത്. ഇവിടെ വന്നിട്ട് ചെറിയ ജോലിയുണ്ട്. പിന്നെ നാട്ടിലൊരു ചെറിയ ബിസിനസ് ആണ്. എനിക്ക് ആദ്യമൊക്കെ 60 ലൈക്ക് 70 ലൈക്കൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം അത് കയറി വരുന്നുണ്ട്. അപ്പൊ ചാനലിന്റെ പേര് മല്ലു മെക്കാനിക്സ് UK എന്നാണ്. അതിനകത്ത് തെറ്റുകൾ കുറ്റങ്ങൾ ഒരുപാടുണ്ടാവും. വലിപ്പം ചെറുപ്പമൊന്നും നമുക്കില്ല. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഉപദേശങ്ങളും ഒക്കെ പങ്കുവെക്കുക. നിങ്ങൾ എല്ലാവരെയും നേരിൽ കാണാൻ പറ്റിയത് എനിക്ക് ആദ്യം ഞാൻ നേരിൽ കണ്ടിട്ടുള്ള 2 വ്യക്തികൾ, 2 ക്രിയേറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് എൻ്റെ മുന്നിൽ നിരന്ന് ഒത്തിരി അധികം ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. അങ്ങനെ നമ്മൾ വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ? ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ട് ഇൻസ്പയർ ആയി UK മല്ലു വൈബ്സ് എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടു.
കുരിശ് ജംഗ്ഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ പള്ളി ചാനലായിട്ടൊന്നും ബന്ധപ്പെടുത്തരുത്. അതിനെ പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എൻ്റെ പേര് സ്റ്റെഫൻ. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഗ്ലോബൽ മല്ലു. ഞങ്ങൾ എപ്പോഴും ഈ ചാറ്റ് കാണുമ്പോഴും ഓരോരുത്തർ വീഡിയോ നമ്മൾ എന്ത് ഫോട്ടാണ് ഇടുന്നത്, നമ്മൾ ശരിക്കും മടിയന്മാരല്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷൻ ആണ് ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്.